NSSനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് കോടിയേരി. മാടമ്പികളുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ CPM-നില്ല. NSSന്റേത് പണ്ടുകാലത്തെ തമ്പ്രാക്കളുടെ നിലപാടെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ പറഞ്ഞു. അതിനല്ലേ ഞാൻ പറഞ്ഞത്, അത് മാടമ്പിത്തരമാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് പണ്ടുകാലത്തെ തമ്പ്രാക്കന്മാരുടെ നിലപാടാണ്. സവർണ മേധാവികൾ മുൻകാലത്ത് അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് കേട്ടുകൊള്ളണം. ആരുമായിട്ടും ചർച്ചയില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഈ ശബ്ദം. അതൊന്നും CPIM അത്തരം ശബ്ദത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അവരുടെ അണികൾക്ക് ബോധ്യപ്പെടും. NSS അനുനയിപ്പിക്കാൻ പോകേണ്ടെന്ന സ്ഥിതി, മാടമ്പികളുടെ പിന്നാലെ നടക്കേണ്ടുന്ന അവസ്ഥ CPM-നില്ല. അവരുടെ മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതി. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, NSSനെ വീണ്ടും വിമർശിക്കുകയാണ് കോടിയേരി. അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ എന്തൊക്കെയാണ്? തീർച്ചയായും വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറിക്ക് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി നൽകിയിരിക്കുന്നത്. NSSനോടുള്ള നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് അദ്ദേഹം പ്രതികരിച്ചത്. മാത്രമല്ല, NSS സ്വീകരിക്കുന്ന നിലപാട്, അതായത് ചർച്ച നിഷേധിച്ചതടക്കമുള്ള നിലപാട് മാടമ്പിത്തരമാണ്. ഇത്തരം മാടമ്പിത്തരം കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി നൽകിയത്. മാത്രമല്ല, NSSന്റെ നിലപാട് തമ്പ്രാക്കന്മാർ സ്വീകരിക്കുന്ന നിലപാടാണ്. അത് സാധാരണക്കാരുടെ നിലപാടല്ല. എല്ലാ സാമുദായിക സംഘടനകളെയും സാധാരണക്കാർ തങ്ങൾക്കൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം നിലപാടുമായി NSS രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലെല്ലാം CPM പ്രതിരോധിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി തന്നെ എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. രഞ്ജിത്ത്. ശരണ്യ, ഒപ്പം മറ്റ് ചില കാര്യങ്ങൾ, ഈ പെരിയ അക്രമ സംഭവങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടും ചില നിലപാടുകൾ അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായല്ലോ. എന്തായിരുന്നു കൂടുതലായി പറഞ്ഞത്? തീർച്ചയായിട്ടും അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു പുതിയ അധ്യായം തുറക്കുമെന്നാണ് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ജനരക്ഷാ യാത്രയുടെ കേരള സംരക്ഷണ യാത്രയുടെ ഭാഗമായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്നും ആവർത്തിച്ചിട്ടുള്ളത്. അതായത് അക്രമ രാഷ്ട്രീയത്തിന് CPM എതിരാണ്. ഇത്തരത്തിലുള്ള, അതായത് രാഷ്ട്രീയ പാർട്ടികളെ ഉന്മൂലനം ചെയ്യുന്ന രീതി കേരളത്തിൽ മാറ്റം വരേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല, കേരളത്തിൽ പതിവായി തന്നെ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്ന സംസ്ഥാനം എന്ന പേര് കേരളത്തിലുണ്ടാകുന്നു. ഈ നിലപാടിൽ മാറ്റം വരുത്തണം, അതിന് മുൻകൈ എടുക്കാൻ CPM തയ്യാറാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണം. അതിന്റെ തുടക്കം ആണ് കാസർഗോഡ് സംഭവത്തിൽ CPM ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയ തടവുകാരായിട്ടുള്ള CPM-കാർക്ക്, മാർക്സിസ്റ്റുകാർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന സാഹചര്യം ഇനി ഉണ്ടാവാൻ പാടില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. രഞ്ജിത്ത്. ശരി ശരണ്യ. ഇപ്പോൾ സജീവൻ, മാധ്യമപ്രവർത്തകൻ, ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സജീവൻ, അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം, കോടിയേരി കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം, പാർട്ടി ഗ്രാമങ്ങൾ പോലും പാടില്ല എന്ന സന്ദേശം. എന്ത് അർത്ഥമാണ് ഈ വാക്കുകൾക്കുള്ളത്? കോടിയേരി പറഞ്ഞ നല്ല കാര്യമാണ്. പക്ഷേ അത് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ, പ്രസംഗിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അത് നടപ്പാക്കലാണ്. ഇവിടെ പാർട്ടി ഗ്രാമങ്ങളെ കുറിച്ച് പറഞ്ഞത്, പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പല പാർട്ടികൾക്കും പാർട്ടി ഗ്രാമങ്ങളുണ്ട്. BJPക്കുണ്ട്, CPM-നുണ്ട്, കോൺഗ്രസ് പോലെ സംഘടനകൾക്ക് അത്ര ഇല്ലെങ്കിൽ പോലും അവർക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ പാർട്ടി ഗ്രാമങ്ങളായിട്ട് അവിടെ മറ്റാരും വരാൻ പാടില്ല, അവിടെ നടക്കേണ്ട എന്തെല്ലാമാണ് തീരുമാനിക്കുന്ന രീതിയിൽ പാർട്ടി മാറുന്ന രീതിയുണ്ടല്ലോ, അത് ഏറ്റവും ആദ്യം നടപ്പാക്കിയതും അത് ശക്തമായിട്ട് ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും CPM-ആണ്. ഇത്തരം ആഹ്വാനം നടത്തുമ്പോൾ ആഹ്വാനമായിട്ട് മാറുന്നതിനപ്പുറത്ത് അത് സ്വന്തം പാർട്ടിയിൽ പ്രാവർത്തികമാക്കുക. നമ്മൾ പറയുകയല്ല, ചെയ്യുകയാണ്, ചെയ്ത് കാണിക്കുകയാണ് വേണ്ടതെന്ന് പറയുമല്ലോ. ഇതുകൂടെ കോടിയേരി ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ അണികളെ ബോധ്യപ്പെടുത്തിയിട്ട്, അണികൾ പാർട്ടി ക്ലാസുകളിൽ ഇത് ബോധ്യപ്പെടുത്തിയിട്ട് ഇനി പാർട്ടി ഗ്രാമങ്ങൾ വേണ്ട, ആർക്കും എവിടെയും മത്സരിക്കാം, ആർക്കും എവിടെയും പ്രവർത്തിക്കാം, ഏത് പാർട്ടി പ്രവർത്തിക്കുമ്പോഴും അതിനെ തടയാതിരിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ചില പാർട്ടി ഗ്രാമങ്ങൾ മാത്രമല്ല, ഈ ചില ക്യാമ്പസുകളിൽ, കോളേജുകളിൽ ഒക്കെയുള്ള പ്രശ്നം പറയുന്നത്, ചില ക്യാമ്പസുകൾ മറ്റാർക്കും അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ കൈയടക്കി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് പല പാർട്ടികളും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പോലുള്ള സ്ഥലങ്ങൾ അറിയാം. അപ്പൊ അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഉള്ളത്, അവിടെ മറ്റാരും കടക്കാനും പാടില്ല. അതിന്റെ പേരിൽ എത്രയോ പ്രശ്നങ്ങളും ബഹളങ്ങളും അടികളും കൊലപാതകങ്ങളും വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതാണ് വേണ്ടത്. കാരണം ഇതില് ഒരു കാര്യമേ ഉള്ളൂ, ആ വോട്ടർമാരെ സ്വാധീനിക്കാൻ അവരുടെ അടുത്തേക്ക് തങ്ങളുടെ നയപരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നു, നല്ല ദിനങ്ങൾ 1000 ആയാലും 10000 ആയാലും ആ ദിനങ്ങൾ നല്ലതാണ് എന്ന്
നമ്മൾ പറയുന്നതിനേക്കാൾ വോട്ടർക്ക് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാവണം. ആ രീതിയിൽ പ്രവർത്തിച്ചാൽ അവരുടെ വോട്ട് അവർക്ക് അനുകൂലമായിട്ട് വരും എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റാരും പ്രവർത്തിക്കാതെ ഞങ്ങൾ മാത്രം മതി, അവിടെ ബൂത്തുകൾ ഞങ്ങൾ തീരുമാനിക്കും ആരവിടെ ഇരിക്കണം ആരവിടെ ഇരിക്കേണ്ട എന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് പോകുന്നത് തീർത്തും തെറ്റായ പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് വീണ്ടും പറയാനുള്ളത് അത് നടപ്പാക്കുക എന്നത് സ്വന്തം അണികളിലൂടെ തന്നെ വേണം എന്ന കാര്യമാണ്. തീർച്ചയായും അത്തരത്തിലാണ് അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പാർട്ടി ഗ്രാമങ്ങൾ പോലെയുള്ള സംവിധാനങ്ങൾ CPM-നുണ്ട്, ഒപ്പം മറ്റു പാർട്ടികൾക്കുമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ മറ്റു കക്ഷികൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ എങ്ങനെ എത്ര പെട്ടെന്ന് മാറും എന്ന കാര്യവും ചർച്ചയാവേണ്ടതാണ്. VP സജീവനാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്.